വർണ്ണാഭമായ നബിദിന പരിപാടികളാണ് മലപ്പുറം ജില്ലയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം വരിക്കോട് ഭാഗത്താണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വരിക്കോട് ഷംസൽ ഉലൂം മദ്രസയുടെ നേതൃത്വത്തിലാണ് മീലാദ് ആഘോഷം ആരംഭിച്ചിരിക്കുന്നത്. കളർഫുൾ ആയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് മനോഹരമായ തൊപ്പിയൊക്കെ ധരിച്ച് നമ്മുടെ കൂട്ടുകാർ ദഫ് മുട്ടി മുന്നോട്ട് വരുന്നു. തൊട്ടു പിന്നാലെ ഘോഷയാത്രയുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. അവരേറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന അവരുടെ പ്രചോദനമായ മാതൃകയായ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം അത് വലിയ ആഘോഷമായി തന്നെ ജില്ലയിലുടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള പരിപാടികളാണ് ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ സംഘടിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു മീലാദ് ആഘോഷം തന്നെയാണ്. ഓരോ മഹല്ലുകളുടെയും ആ ഒരു നാട്ടിലേക്ക് തന്നെ ആളുകൾ ജാതി ഭേദമന്യേ തന്നെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നുണ്ട്. തൊട്ടുമുന്നിൽ അത്തരത്തിലുള്ള ദഫ്മുട്ട് പോലെയുള്ള, മപ്പിളപ്പാട്ട് പോലെയുള്ള ഇശലുകൾ ഓതിക്കൊണ്ട് പ്രവാചകന്റെ നബികീർത്തനങ്ങൾ ഓതിക്കൊണ്ടുള്ള പരിപാടികൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉസ്താദ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നബിദിനം, വീണ്ടും ഒരു നബിദിനം വിശ്വാസികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. എന്തൊക്കെ തരത്തിലുള്ള പരിപാടികളാണ് നമ്മുടെ മദ്രസയുടെ നേതൃത്വത്തിൽ നിന്നുള്ളത്? മദ്രസയിലെ വിദ്യാർത്ഥികളെ മുഴുവൻ പരിപാടികളും, അതായത് പാട്ട്, പിന്നെ പ്രസംഗങ്ങൾ എല്ലാം ഈ വർഷം എല്ലാ ഭാഗങ്ങളിലും മത്സരമായിട്ടാണ്, വിദ്യാർത്ഥികൾ തമ്മിൽ മത്സരമായിട്ടാണ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദഫ് പ്രദർശനങ്ങളുണ്ട്, ബുർദ ആരാപനങ്ങളുണ്ട്, മൗലിദ് പാരായണങ്ങളുണ്ട്. അതിൻ്റെ ഒപ്പം മദ്ഹ് ഗാനങ്ങളും അറബി ഗാനങ്ങളും ഭാഷാതരത്തിലുള്ള കുട്ടികളുടെ കഴിവ് എത്രത്തോളം ഉണ്ടെന്നും അവർക്ക്, അതുപോലെ തന്നെ കൊളാഷ് പോലുള്ള നമ്മളെ സ്കൂളുകളിൽ ഉപരിതലങ്ങളിൽ കൊടുക്കുന്ന മാസികകൾ പോലുള്ള വിഷയങ്ങൾ പോലും മത്സരമായിട്ടാണ് ഈ വർഷം ഇവിടെ ഞങ്ങൾ പരിപാടി. നബിദിനത്തിന്റെ പ്രത്യേകത നമ്മളെ വിശ്വാസികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. പ്രവാചകനോടുള്ള ഒരു സ്നേഹം വിളിച്ചു പോകുന്ന ദിവസമാണല്ലേ. വീണ്ടും ഒരു നബിദിനം എത്തുമ്പോൾ ഉസ്താദ് എങ്ങനെയാണ് അനുഭവം, ഓർമ്മകളൊക്കെ? ഞാൻ എൻ്റെ ചെറുപ്പകാലം എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം നമ്മുടെ ഉള്ളിൽ നിറയുന്ന ഒരു ദിവസമായിരുന്നു റബീഉൽ അവ്വൽ 12 വരിക എന്ന് പറഞ്ഞത്. ആ ഒരു ഉപതി ഇന്ന് നമ്മുടെ മക്കളിൽ കാണുമ്പോൾ അത് സന്തോഷമാണ്. കാരണം നമ്മൾ കണ്ടതിലും എത്രയോ മേലെ ഇന്ന് അതിന്റെ ആഘോഷങ്ങളും ആരവങ്ങളും ആയി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷിതനാണ് ഞാനിന്ന്. തീർച്ചയായും അത് തന്നെയാണ്, വലിയ സന്തോഷത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വർണ്ണാഭമായ പരിപാടികളൊക്കെ തന്നെ ഇതിന് എന്താ പറയാ, അത്തരത്തിലുള്ള പകിട്ടേകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദഫ്മുട്ട് തന്നെയാണ്. വീണ്ടും ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ പലതരത്തിലുള്ള കളർഫുൾ ആയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അവരുടെ കയ്യിൽ ദഫിന് വേണ്ടി ഉപയോഗിക്കുന്ന, കൊട്ടാൻ ഉപയോഗിക്കുന്ന സാധനമാണത്. നേരത്തെ ആ പാട്ടിന് താളം പിടിച്ചുകൊണ്ടുള്ള ദഫ്മുട്ടുകൾ, അത്തരത്തിലുള്ള പലതരത്തിലുള്ള പരിപാടികൾ ഇന്ന് വൈകിട്ട് മദ്രസകൾ കേന്ദ്രീകരിച്ചൊക്കെ തന്നെ ജില്ലയിൽ ഉടനീളം നടക്കുന്നുണ്ട്. വഴിയിലുടനീളം ആളുകൾ ഇവർക്ക് മധുരം നൽകുന്നതിന് വേണ്ടി എത്തുന്നു. വലിയ ഒരു മതേതരത്വത്തിന്റെ കാഴ്ചയും നമുക്ക് നബിദിനത്തിലൊക്കെ തന്നെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം മിഠായി പോലെയുള്ള, പായസം പോലെയുള്ള മധുരങ്ങൾ വിതരണം ചെയ്യാനും നിരവധി കൂട്ടായ്മകളും രംഗത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും മലപ്പുറം ജില്ലയിൽ അതിന്റെ ആഘോഷ പൊലിമയിൽ തന്നെയാണ് നബിദിനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം രാത്രിയിലുടനീളം ഈ പരിപാടികൾ ഇതുപോലെ തന്നെ തുടരുമെന്നുള്ളതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നബിദിനാശംസകൾ. വീഡിയോ ജേർണലിസ്റ്റ് ബിജിത്ത് തൂർക്കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ മലപ്പുറം.